റാഫി കരീം നമ്മളൊപ്പം ചേർന്നു. റാഫി ഈ ബിന്ദുവിന്റെ വീട്ടിലാണെന്ന് മനസ്സിലാക്കുന്നു. റാഫി, തുടരാം. സുഹേൽ, ഞാൻ മരിച്ച ബിന്ദുവിന്റെ വീട്ടിലാണ് നിലവിലുള്ളത്. ചൊവ്വാഴ്ചയാണ് മകളുടെ ചികിത്സയ്ക്കായി ബിന്ദു കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മകളോടൊപ്പം പോയത്. നട്ടെല്ല് സംബന്ധമായ ഒരു രോഗത്തിന്റെ ചികിത്സയ്ക്കായിട്ടായിരുന്നു ബിന്ദുവും മകളും ഭർത്താവും ചൊവ്വാഴ്ച കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോയത്. അവിടെ വെച്ചാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം, ഈ ഒരു അപകടം സംഭവിക്കുന്നത്. ഈ സമയത്ത് ബിന്ദു ഈ മകളുടെ അടുത്തു നിന്ന് രാവിലെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ആ കെട്ടിടത്തിന്റെ ഭാഗത്തേക്ക് പോയത്. പിന്നീട് ഇത്തരത്തിലൊരു അപകടത്തിൽ പെടുകയായിരുന്നു. 2.5 മണിക്കൂറിന് ശേഷമാണ് ഈ ബിന്ദുവിന്റെ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞത്. ഇപ്പോൾ നമ്മളോടൊപ്പം കൂടി ബിന്ദുവിന്റെ അയൽപക്കത്ത് താമസിക്കുന്ന അറിയുന്ന ഒരു ചേച്ചിയുണ്ട്. ചേച്ചി, ഈ ബിന്ദുവിനെ അറിയുന്ന ആളാണല്ലേ? ഈ എപ്പോഴും ഇവിടുന്ന് പോയത്? ബിന്ദു ചൊവ്വാഴ്ച പോയതാ. മോളെ അഡ്മിറ്റ് ആക്കാനായിട്ട് ചൊവ്വാഴ്ച പോയതാ. ചൊവ്വാഴ്ച രാവിലെ ഇവിടുന്ന് പോയതാ. 6:30 പോയി. ഭർത്താവിന്റെ ഒപ്പമാണ് പോയത്. എന്ത് അസുഖമായിരുന്നു മകൾക്ക്? അതൊക്കെ കുറിച്ച് പറയുന്നുണ്ടോ? നട്ടലിന് എന്തോ പ്രശ്നം. കുഞ്ഞ് നേരത്തെ ഒന്ന് വീണതിന് പറ്റിയ ഉള്ള ഒരു അസുഖമാണ്. കുഞ്ഞ് നഴ്സിംഗ് പഠിക്കുന്ന ഫൈനൽ ഇയർ ആണ്. ഇനി അടുത്ത സമയം വരുമ്പോൾ കൊച്ചിന്റെ അസുഖം ഇപ്പോൾ ഒരു ഓപ്പറേഷൻ വേണ്ടി വരുമെന്നും പറഞ്ഞാണ് പോയത്. കുഞ്ഞ് ബെൽറ്റ് ഇട്ടിരിക്കുമായിരുന്നു. അങ്ങനെ ചൊവ്വാഴ്ച പോയി ഒരാഴ്ച മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. അങ്ങനെ പോയതാണ്. ഇന്ന് ചൊവ്വ, ബുധൻ, ഇന്ന് വ്യാഴം. ഈ ഒരാഴ്ച മെഡിക്കൽ കോളേജിൽ നിൽക്കാനുള്ള തയ്യാറെടുപ്പോട് കൂടിയായിരുന്നു പോയതല്ലേ? പോയത്, അതെ. ഭർത്താവും ഒപ്പം പോയിരുന്നു? ഭർത്താവും മോനും പിന്നെ ചേച്ചിയുടെ മോനും മോളും പോയിരുന്നു. അവര് വൈകുന്നേരം തിരിച്ചു പോന്നു. ബാക്കി എല്ലാവരും അവിടെ നിൽക്കുമായിരുന്നു. ബിന്ദു ആയിരുന്നു മകളുടെ ഒപ്പം കൂടെ നിന്നതല്ലേ? അതെ, ബിന്ദുവും അച്ഛനും ഹസ്ബൻഡും മോനും ഉണ്ടായിരുന്നു. എപ്പോഴും വിവരം അറിഞ്ഞത് നിങ്ങള്? ഞങ്ങള് രാവിലെ ഒരു 11 എത്ര സമയമായി കാണും, 10-11 മണിയായപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. പക്ഷെ ബിന്ദു ഇതിലുണ്ടെന്ന് നമ്മൾ അറിഞ്ഞില്ല. ഇങ്ങനെ അപകട ന്യൂസ് വഴി ചെന്നപ്പോൾ അറിഞ്ഞെങ്കിലും നമ്മുടെ ബിന്ദു ഇതിലുണ്ടെന്ന് അറിഞ്ഞില്ല. ഈ ബിന്ദു ആളെങ്ങനെയായിരുന്നു? ബിന്ദു നല്ല പാവം. ഞാൻ പറഞ്ഞില്ലേ സാറേ, അത് ഈ കുടുംബത്തിന് വേണ്ടി ജീവിക്കുക. അമ്മയെ സംരക്ഷിക്കണം, 2 മക്കളുടെ കാര്യം നോക്കണം. ഹസ്ബൻഡ് എന്നും ജോലിയില്ലല്ലോ. അങ്ങനെ ജീവിക്കുന്ന നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല. ബിന്ദുവിന്റെ ഇത് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. തീർച്ചയായും ഇവർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത് അതിൽ ബിന്ദു ഉൾപ്പെട്ടു എന്നുള്ള കാര്യം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഈ നാട്ടുകാർക്ക്, അല്ലെങ്കിൽ ബിന്ദുവിനെ അടുത്തറിയുന്ന ആളുകൾക്ക്.